കൂടിയായ അഞ്ജന ശങ്കർ യു എയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. അഞ്ജന, വളരെ ലോകത്തെ തന്നെ സുരക്ഷിതമായ രാജ്യങ്ങളിലൊന്ന് എന്ന് കരുതപ്പെടുന്ന ഖത്തറിൽ ഇങ്ങനെ ഒരു തിരക്കുള്ള സ്ഥലത്ത് ഇങ്ങനെ ഒരു ബോംബാക്രമണം നടത്തുമ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ ആ നാട്ടുകാരോ അല്ലെങ്കിൽ അവിടെയുള്ള പ്രവാസി സമൂഹമോ കരുതിയിട്ടുണ്ടാവില്ല. മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന വലിയ ഒരു വാർ എസ്കലേഷൻ ഒക്കെ ഒന്ന് കുറഞ്ഞു എന്ന് തോന്നുന്ന സമയത്ത് വീണ്ടും അത് ഇസ്രയേൽ ആയതുകൊണ്ട് പ്രത്യേകിച്ചും ഒരു ആശങ്കയുണ്ടോ? അവിടുത്തെ ഒരു പ്രാദേശിക റിപ്പോർട്ടിംഗ് ഒക്കെ അങ്ങനെയാണോ വരുന്നത്? ഒരു ഫിനാൻഷ്യൽ ഇൻസെക്യൂരിറ്റി, ഒരു ഭയം അത് നിഴലിക്കുന്നുണ്ടോ അവിടെ? നമസ്കാരം. തീർച്ചയായും ഇങ്ങനെ ഒരു അറ്റാക്ക് അതും GCCയുടെ മണ്ണിൽ നടക്കുമെന്ന് ഈ ഒരു സമയത്ത് ഗാസയിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി അമേരിക്കയും മറ്റ് കക്ഷികളും ശ്രമിക്കുമ്പോൾ ഖത്താറിന്റെ മീഡിയേഷനിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഖത്താറിന്റെ മണ്ണിൽ ഇങ്ങനെ ഒരു അറ്റാക്ക് ഉണ്ടാകുമെന്ന് ആരും മുൻകൂട്ടി കണ്ടിട്ടില്ല എന്നത് വളരെ വ്യക്തമാണ്. GCCയുടെ മണ്ണിൽ ഇസ്രായേൽ ഇങ്ങനെ ആക്രമിക്കുന്നതിന് ഒരു പ്രസിഡൻസ് ഉണ്ട്. ഇപ്പോൾ ഇസ്രായേലിന്റെ ഒരു കഴിഞ്ഞ കുറച്ച് ആഴ്ചകളിലെ മാസങ്ങളിലെ അവരുടെ ഒരു പാറ്റേൺ ഓഫ് അറ്റാക്സ് നോക്കിയാൽ അറിയാം. ഒരു 6 or 7 അറബ് രാജ്യങ്ങളെ ഇസ്രായേൽ കടന്നാക്രമിച്ചിട്ടുണ്ട്. പേരെടുത്ത് പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. ലെബനൻ, സിറിയ, ഇറാൻ, ഇറാഖ്, അതുപോലെ ഇപ്പൊ ഗസയിൽ സിറ്റി പിടിച്ചടക്കാനുള്ള ഗസയിലുള്ള യുദ്ധം, വെസ്റ്റ് ബാങ്കിൽ നടക്കുന്ന ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻസും മിലിറ്ററി ക്യാമ്പയിനുകളും എല്ലാം. പക്ഷേ GCCയിൽ 2010 ഒരു ഗൾഫ് രാജ്യത്ത് ഇസ്രായേലിന്റെ ഇങ്ങനെയുള്ള ഒരു കടന്നാക്രമണം അല്ലെങ്കിൽ ഒരു അസാസിനേഷൻ ഒരു പ്ലാൻ അവർ നടപ്പാക്കുന്നത് 2010. ഞാൻ അന്ന് ദുബായിലുള്ള സമയത്ത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. മഹ്മൂദ് മബ്ഹൂ എന്ന് പറഞ്ഞ ഒരു ഹമാസ് ലീഡർ, അദ്ദേഹം ഖസാം അൽ ബ്രിഗേഡ് എന്ന ഹമാസിന്റെ മിലിറ്ററി വിങ്ങിന്റെ ഫൗണ്ടറോ കോ ഫൗണ്ടറോ ആണെന്നാണ് ഞാൻ ഓർക്കുന്നത്. ദുബായിലുള്ള ഒരു ഹോട്ടലിൽ വെച്ച് ഒരു ബൊസാദ് ഓപ്പറേഷനിൽ അങ്ങനെ ഒരു കൊല നടക്കുമ്പോൾ അത് അന്ന് ദുബായിയെ, GCCയെ, അറബ് രാജ്യങ്ങളെ എല്ലാം ഞെട്ടിച്ച ഒരു കൊലപാതകമായിരുന്നു. അന്ന് അതിന്റെ തോതിൽ വലിയ തരത്തിലുള്ള സംഘർഷങ്ങൾ, ഡിപ്ലോമാറ്റിക് സംഘർഷങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അന്ന് ഇസ്രായേലിന് നഷ്ടപ്പെടാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം 2010 ഒരു അറബ് രാജ്യങ്ങൾ, എബ്രാഹിം അക്കോർഡ്സ് പോലെയുള്ള പീസ് ട്രീറ്റുകളോ GCC രാജ്യങ്ങളായോ ഒന്നും ഒരു സൗഹൃദ ബന്ധമോ ഒരു ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പോ ഇല്ലാത്ത സമയമാണ് അന്ന് ഉണ്ടായിരുന്നത്. അപ്പോൾ മൊസാദിന് എതിരെയും ഇസ്രായേലിനെതിരെയും എല്ലാം വലിയ തോതിലുള്ള വിമർശനങ്ങൾ ഇവിടെ നിന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ കാലം മാറി. ഇപ്പോൾ 2025 കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി എസ്പെഷ്യലി എബ്രാഹിം അക്കോർഡ്സ് എന്ന പീസ് ട്രീറ്റി ആദ്യം UAE സൈൻ ചെയ്യുന്നു, പിന്നീട് ബഹ്റൈനും പിന്നെ മൊറോക്കോ അങ്ങനെയുള്ള രാജ്യങ്ങൾ വഴിയെ വരുന്നു. കൂടുതൽ സുഹൃത്തുക്കളെ ഈ റീജിയനിൽ ഉണ്ടാക്കണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഇസ്രായേലിന്റെ ഒരു സ്ട്രാറ്റജിക് പ്ലാൻ. വാട്ട് ഇസ്രായേൽ വാണ്ട് ഇസ് ദേ വാണ്ട് എ റീജിയണൽ ഇന്റഗ്രിറ്റി ഇൻടു GCC, ഇൻടു ദ മിഡിൽ ഈസ്റ്റ്. അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്താണ് ഇതുപോലെ ഒരു ബ്രേസൺ അറ്റാക്ക് ഓൺ ഖത്താറി സോയിൽ നടന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും ഇതിന്റെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള പല റിപ്പർക്കഷൻസും ഇനി അടുത്ത നാളുകളിൽ എങ്ങനെ വരുമെന്ന് നാം നോക്കി കാണേണ്ട തന്നെ ഇരിക്കുന്നു. വരുന്ന പല GCC നേതാക്കളിൽ നിന്നുമുള്ള സ്റ്റേറ്റ്മെന്റുകൾ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇപ്പോൾ UAEയുടെ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് ഇന്ന് ഖത്തറിൽ എത്തിയിട്ട് ഖത്തർ എമിറിനെ കണ്ടിട്ടുണ്ട്. സൗദി അറേബ്യൻ രാജാവ് പറഞ്ഞിരിക്കുന്നത് സൗദിയുടെ കയ്യിലുള്ള എല്ലാ ശക്തിയും തന്നെ ഖത്തറിന്റെ കൂടെ നിൽക്കും, അവർ എന്ത് തീരുമാനമെടുത്താലും. അപ്പൊ അങ്ങനെ ഒരു സോളിഡാരിറ്റി അതാണ്. അങ്ങനെ ഒരു സോളിഡാരിറ്റി ഉണ്ടാകുമോ? നേരത്തെ ഡോക്ടർ വാഹൻ വർഗീസ് പറഞ്ഞതാണ്, അങ്ങനെ അറബ് രാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കുമോ എന്നുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. സൗദി അടക്കം ഖത്തറിന് സപ്പോർട്ട് കൊടുത്തിരിക്കുന്ന ഒരു സാഹചര്യം, അങ്ങനെ ഒരു സോളിഡാരിറ്റി ഇതിനകത്ത് പ്രതീക്ഷിക്കണോ? ഒരു അറബ് ലീഗ് ഒരു അടിയന്തര സമ്മേളനമൊക്കെ വിളിക്കുക, ഒരു ഡിപ്ലോമാറ്റിക് റിലേഷൻ ഒക്കെ ഇസ്രായേലുമായിട്ട് കട്ട് ഓഫ് ചെയ്യുക, അങ്ങനെ ഒരു നീക്കത്തിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ടോ GCC? അപ്പം നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്, കാണുന്ന സ്റ്റേറ്റ്മെന്റുകളിൽ നിന്നും നമ്മൾ കാണുന്ന ഈ ഒരു പലവരും എടുക്കുന്ന സ്റ്റേറ്റ്മെന്റുകളിൽ നിന്നും ഒരു ബോയിലർ പ്ലേറ്റ് ഡിപ്ലോമസി എന്ന് പറയുന്ന പോലെ വളരെ കറക്റ്റ് ആയിട്ടുള്ള സോളിഡാരിറ്റി രേഖപ്പെടുത്തുന്ന സ്റ്റേറ്റ്മെന്റുകളും സ്റ്റാൻസുമാണ് നമ്മൾ കാണുന്നത്. പക്ഷെ അതിനപ്പുറം
ഇതിൽ അറബ് രാജ്യങ്ങൾക്ക് GCC രാജ്യങ്ങൾക്ക് ചെയ്യാൻ കഴിയാവുന്ന ചിലതുണ്ട്. ഒന്ന്, GCC രാജ്യങ്ങൾ എബ്രാഹിം അക്കോർഡ്സ് പിൻവലിക്കുമോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യം. അതാണ് ഇസ്രായേലിനെ ഏറ്റവും വേർ ഇറ്റ് ഹേർട്സ് ഇസ്രായേൽ വിൽ ബി ഡിസോൾവിംഗ് ഓഫ് എബ്രാഹിം അക്കോർഡ്സ്. അതുപോലെ തന്നെ അറബ് രാജ്യങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു പ്രസ്താവന ഉണ്ടാകുമോ, എന്ത് നീക്കം മുന്നോട്ട് നീക്കും എന്നുള്ളത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുകയാണ്. കാരണം അമേരിക്കയെ പിണക്കാതെ എങ്ങനെ ഇത് ഒരു 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 പോസ്റ്റർ എടുക്കാം എന്നുള്ളതായിരിക്കും ഇപ്പോൾ GCC രാജ്യങ്ങളുടെ ഏറ്റവും വലിയൊരു ഡിപ്ലോമാറ്റിക് ക്വസ്റ്റ്യൻ. കാരണം ഒരു രണ്ട് വഞ്ചിയിൽ കാലിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ എന്ന് എൻ്റെ കോ പാനലിസ്റ്റ് പറഞ്ഞ പോലെ അതേ ഒരു അവസ്ഥ GCC രാജ്യങ്ങൾക്കുമുണ്ട്. കാരണം അമേരിക്ക ഇപ്പോഴും ഒരു ഒരു വേൾഡ് ഓർഡറിനെ മുന്നോട്ട് നയിക്കുന്ന ഒരു രാജ്യം എന്ന നിലയ്ക്ക് വലിയ തോതിലുള്ള മിലിറ്ററി ആയാലും അല്ലാത്ത തരം ഇൻവെസ്റ്റ്മെന്റുകളും GCC രാജ്യങ്ങൾക്ക് പല സ്ട്രാറ്റജിക് ഇൻട്രസ്റ്റുകൾ ഉള്ളതാണ്. യുഎസിനെ മുഴുവനുമായി പിണക്കിക്കൊണ്ട് ഇങ്ങനെ വലിയ ഒരു ഒരു പൊസിഷൻ എടുക്കാൻ സാധിക്കുമോ എന്നുള്ളത് ഒരു സംശയം ഉള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ. ഓക്കെ. അപ്പൊ അമേരിക്കക്കെതിരെ എങ്ങനെയാണ് അറബ് രാജ്യങ്ങൾ അങ്ങനെ വളരെ സ്ട്രേറ്റ് ആയിട്ട് നിലപാടെടുക്കുക? നമുക്ക് അമേരിക്കയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇപ്പോൾ പ്രതിരോധ വിദഗ്ധൻ ശ്രീ